ഇത്തരം മിഠായികളിലും ഇതുപോലെയുള്ള ലിപ്സ്റ്റിക്കിലും ഒക്കെ ചുവപ്പ് നിറം കിട്ടാൻ വേണ്ടി ഒരു പ്രത്യേകതരം വണ്ടിനെ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം പ്രാണിയെ അരച്ചു ചേർക്കാറുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ഇത് വെറും ഒരു തമാശയാണെന്ന് വിചാരിക്കേണ്ട, സംഭവം സത്യമാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഇത്തരം വസ്തുക്കളുടെ ചുവപ്പ് നിറത്തിന് പിന്നിലെ ഒരു ചെറിയ രഹസ്യമാണ്. മെക്സിക്കോ പോലെയുള്ള തെക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ കള്ളിമുൾച്ചെടികളിൽ പറ്റിപ്പിടിച്ച് വളരുന്ന കൊച്ചിനീൽ എന്നൊരു പ്രാണിയിൽ നിന്നാണ് ഈ ചുവപ്പ് നിറം ഉണ്ടാക്കിയെടുക്കുന്നത്. കാഴ്ചയിൽ ഇവയ്ക്കൊരു വെള്ള നിറമാണെങ്കിലും ഇവയുടെ ശരീരത്തിനുള്ളിൽ കാർമിക് ആസിഡ് എന്നൊരു രാസവസ്തുവുണ്ട്. ഇതാണ് ആ കടും ചുവപ്പ് നിറത്തിന് കാരണം. ആ ചെറു പ്രാണികൾക്ക് ഇത് മറ്റു ജീവികളിൽ നിന്നും രക്ഷപ്പെടാനുള്ള പ്രകൃതിദത്തമായ ഒരു ഉപാധി കൂടിയാണ്. പക്ഷെ നമ്മളതിനെ ഒരു ഫുഡ് കളറാക്കി മാറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഇവയിലെ പെൺപ്രാണികളെ ശേഖരിച്ച് വെയിലത്തിട്ട് ഉണക്കിപ്പൊടിച്ച് ആ പൊടി വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുത്താണ് ഇത്തരം ചുവന്ന ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇത്തരത്തിൽ ഏകദേശം 500 ഗ്രാം ഡൈ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഏതാണ്ട് 70,000 കൊച്ചിനീൽ പ്രാണികളെ കൊല്ലേണ്ടി വരുമെന്നതും ഒരു വസ്തുതയാണ്. പുരാതന കാലങ്ങളിൽ, അതായത് മായന്മാരുടെയും ആസ്റ്റക്കുകളുടെയും ഒക്കെ കാലത്ത് തുണികൾക്ക് നിറം നൽകാൻ വേണ്ടിയാണ് ആദ്യമായി ഇത്തരം രീതികൾ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് പലതരം മിഠായികളിലും പാനീയങ്ങളിലും സ്ട്രോബെറി ഉൽപ്പന്നങ്ങളിലും ലിപ്സ്റ്റിക്കും ബ്ലഷും പോലെയുള്ള മേക്കപ്പ് വസ്തുക്കളിലുമൊക്കെ ലോകവ്യാപകമായി ഇത്തരം ചുവന്ന ഡൈ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നങ്ങളുടെ ഇൻഗ്രീഡിയൻസിൽ കാരമൈൻ എന്നോ കൊച്ചിനൈൽ എക്സ്ട്രാക്ട് എന്നോ നാച്ചുറൽ റെഡ് 4 എന്നോ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതിൽ ഈ പ്രാണിയിൽ നിന്നുള്ള ചുവപ്പ് നിറം അടങ്ങിയിട്ടുണ്ട് എന്നതാണ്. ഇതിലെ രസകരമായ കാര്യം എന്തെന്നാൽ ഇത്തരം നിറങ്ങൾ പ്രകൃതിദത്തമായതിനാൽ മറ്റ് കെമിക്കൽ നിറങ്ങളെ അപേക്ഷിച്ച് ഇവയ്ക്ക് പാർശ്വഫലങ്ങൾ കുറവായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. എന്നാൽ നമ്മുടെ ഇന്ത്യയിലെ ഉൽപ്പന്നങ്ങളിൽ ഇതിന്റെ ഉപയോഗം വളരെ കുറവാണ്. അതിന് കാരണം ഇതൊരു മോശം ഉൽപ്പന്നമായതുകൊണ്ടല്ല, ഇതിനേക്കാൾ വില കുറഞ്ഞ സിന്തറ്റിക് കളറുകൾ ഉപയോഗിക്കുന്നത് കൂടുതൽ ലാഭകരമായതുകൊണ്ടാവാം. ഇന്ത്യയിലെ ജിലേബിയിലും ലഡുവിലും ഹൽവയിലും ഒക്കെ ഉപയോഗിച്ചിരുന്നതും ഇന്നും പലരും ഉപയോഗിക്കുന്നതുമായ റെഡ് 3 എന്ന സിന്തറ്റിക് കളർ ഈ അടുത്ത കാലത്ത് FDA നിരോധിച്ചതും ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. കെമിക്കൽ നിറങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത്തരം പ്രാണികളിൽ നിന്നുള്ള ചുവന്ന ഡൈ അപകടങ്ങൾ കുറഞ്ഞ ഒന്നാണ് എന്ന് പറയപ്പെടുന്നു. കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും സുന്ദരിമാരുടെ ചുണ്ടിനും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനും ചന്തം കൂട്ടാൻ വേണ്ടി ഏകദേശം 22 മുതൽ 89 ബില്യൺ കൊച്ചിനീൽ പ്രാണികളാണ് പ്രതിവർഷം ജീവൻ ബലി കൊടുക്കുന്നത്.